നമ്മൾ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കേണ്ടതല്ലേ എന്ന്. പക്ഷേ നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിലൂടെ ഹറാമ് വന്നിട്ടുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈഅതാനി ഫിൽ ബൈഇ, ഒരു ഹദീസാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈഅതാനി ഫിൽ ബൈഇ, ഒരു കച്ചവടത്തിന്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തുക എന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ്. എങ്ങനെ ഒരു കച്ചവടത്തിന്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തുന്നത്? എങ്ങനെ? ഇപ്പൊ ഞാന് അങ്ങാടിയിലേക്ക് ഒരു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോവാണ്. ആ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ സാധനം വാങ്ങിയപ്പോ എല്ലാം കൂടി ബില്ലെല്ലാം കൂടി നോക്കിയപ്പോ 99 ഉറുപ്പ്യക്കണം. 100 ഉറുപ്പ്യ കൊടുത്തു. ചോദിക്കലും പറയലൊന്നുമില്ല. നേരെ ആ സാധനം എടുത്ത 1 ഉറുപ്പ്യന്റെ മിഠായി മേശപ്പുറത്ത് വെച്ചു. ഹറാമാണ്, പറ്റൂല. ഞാനത് ചിലപ്പോ എന്താക്കുന്നു, അത് വാങ്ങിപ്പോരുന്നു എന്നതെന്തല്ല, അയാൾ ചെയ്തത് ശരിയാകാനുള്ള ന്യായമല്ല. നമ്മള് കച്ചവടം നടത്തുമ്പോ അങ്ങനെ നമ്മൾ കൊടുക്കലുണ്ടെന്ന് ആലോചിച്ചാളി. കാരണം എനിക്ക് തിരിച്ചു തരേണ്ടത് വിനിമയ മൂല്യമുള്ള 1 രൂപയാണ്. എനിക്ക് തിരിച്ചെന്നതോ 1 ഉറുപ്പ്യന്റെ മിഠായി. ആ 1 ഉറുപ്പ്യന്റെ മിഠായിക്ക് വിനിമയ മൂല്യം 1 ഉറുപ്പ്യ ഇല്ല. രണ്ടാമത്തത്, ആ 1 രൂപയുടെ മിഠായി എനിക്ക് തരുമ്പോ അവനക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, അതിൽ 20 പൈസ ലാഭം ഉണ്ടാവും. ഞാൻ നടത്തിയ കച്ചവടത്തിന്റെ ഉള്ളിലൂടെ അവൻ മറ്റൊരു കച്ചവടം നടത്തി. ഇനി അങ്ങനെ 100 ദിവസം പോയി 100 മിഠായി കിട്ടി. ആ 100 മിഠായി ഇട്ട് ഈ പീടി പോയി കഴിഞ്ഞാൽ ഇവൻ തിരിച്ചെടുക്കുമോ? 100 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ എന്താക്കണം, എനിക്ക് കിട്ടിയ 100 മിഠായും കൂടി കവറിലാക്കി കൊണ്ടേ കൊടുത്തു. തിരിച്ചെടുക്കൂല്ല. അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സാധു രാവിലെ കട തുറന്നിച്ച് കടയിൽ കച്ചവടം നടത്തി വൈകുന്നേരം മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഞാൻ മാന്യമായ നിലക്ക് സമ്പാദിച്ചു എന്നുള്ള നിലക്കാണ് വരുന്നത്. പക്ഷെ ഈ കച്ചവടത്തിന്റെ ഫിഖ് അറിയാത്തത് കൊണ്ട് താൻ ഉണ്ടാക്കിയത് ഹറാമാണ്, താൻ ഊട്ടുന്നത് ഹറാമാണ്, താൻ ധരിപ്പിക്കുന്നത് ഹറാമാണ്, താൻ കുടിപ്പിക്കുന്നത് ഹറാമാണ്. ഈ യാത്രക്കാരൻ യാ റബ്ബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്തൊരു കാരണമാണോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുവാനായി കൊണ്ട് പറഞ്ഞത്, ആ കാരണങ്ങൾ മുഴുവനും ഈ 1 ഉറുപ്പ്യന്റെ മുട്ടായ്മേൽ എന്തായി വന്നു കഴിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക.